ബിഗ് ബോസിന്റെ കാര്യം പറയാനാണ് വന്നത്. ഞാൻ കുറച്ച് പേർക്ക് സംസാരിച്ചു. ഈ പരിപാടി പോയവര് അവർക്കൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ അവർക്കൊന്നും അത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ സൈനൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ലിമിറ്റഡ് ആണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ, ഇപ്പോഴും ഇങ്ങനെയൊക്കെ വിഷയം വന്നാലും വിജയിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ആണ്. ബിക്കോസ് ആൾക്കാർ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അത് പോയി കാണുന്നുണ്ട്. ഇപ്പോഴും അവരവരെ ഷോ നടത്തുന്നുണ്ട്. ദർ ലീസ്റ്റ് ബോധർ. ഇവിടെ കേസ് ഫയൽ ചെയ്തിട്ട് ഒരു ആൻസർ തരാത്തവര് ഇങ്ങനത്തെ ഒരു കേസിന് നിങ്ങൾക്ക് ആൻസർ തരും തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇതിനെ പറ്റി സംസാരിക്കുന്നത് നല്ലതാണ്, സംസാരിക്കണം, നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷേ അവിടുത്തെ ഉള്ളവന്മാരും ഒന്നും മിണ്ടുന്നില്ല. കുട്ടി മിണ്ടുന്നില്ല. മനസ്സിലായില്ലേ മോൻ? ആരുടെ പറയണമല്ല, ശോകമാണ്. അപ്പൊ എന്തിനാണെങ്കിലും ഒന്നെങ്കിൽ മാസമായിട്ട് ഈ സാധനം നിർത്തുക, കാണുന്നത് നിർത്തിയിട്ട് അവർക്ക് പണി കൊടുക്കുക. പക്ഷെ അത് നടക്കൂല എന്ന് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ കുറെ പേര് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പീപ്പിൾ വിൽ വാച്ച് ബിക്കോസ് അവിടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റുകൾ നടക്കുന്നുണ്ട് പല കാര്യങ്ങളുമായിട്ട്. ഇപ്പൊ സായി നമ്മുടെ പവർ ടീമിൽ കയറി. ഞാൻ ഈ സാധനം നിർത്തി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലിപ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഇൻഫർമേഷൻ എനിക്കേ ഉള്ളൂ. സായി ഒരു നല്ല മനുഷ്യനായി മാറി എന്ന് പറഞ്ഞായിരുന്നു. എന്റെ പൊന്ന് സായി, നിനക്ക് എന്താണ് പ്രശ്നം? നീ ഒരു നല്ല മനുഷ്യനാണ്. നീ ഇവിടെ നിന്ന് പോണ സമയത്ത് നീ നല്ലൊരു മനുഷ്യനാണ്. നീ എന്ത് എൻലൈറ്റ്മെന്റ് ആണ് അണ്ണാ നിനക്ക് ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണെങ്കിലും എനിക്കറിയാവുന്ന സായി കൃഷ്ണൻ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് ഒരു കിടില മനുഷ്യനാണ്. സോ എനിവേയ്സ്, ഇനിയിപ്പോ വന്ന് വീഡിയോ ചെയ്യുമോ എന്തോ. ഇനി വല്ല മറ്റേ വലിയ പാക്കിലൊക്കെ ഈ ഹാലോ, ഈ ബുദ്ധൻ, ലാസിക് ബുദ്ധയൊക്കെ വെച്ചായിരിക്കും അളിയാ ഇനി ചെയ്യാൻ പോണത് വീഡിയോ. ചോദിച്ചെന്നേ ഉള്ളൂ. Enjoying our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.